നമസ്കാരം. 2013 കേരള രാഷ്ട്രീയത്തെയും കേരള സംസ്ഥാനത്തെയും ഞെട്ടിച്ച ഒരു വലിയ വിവാദമുണ്ടാകുന്നു. സോളാർ എന്ന വലിയ വിവാദം. സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് നിരവധി ചർച്ചകളും അന്വേഷണങ്ങളും കേരളത്തിലൊന്നാകെ ഉടലെടുത്തു. പല രാഷ്ട്രീയ നേതാക്കന്മാരെയും വെള്ളം കുടിപ്പിച്ച, രാഷ്ട്രീയ കേരളത്തിൽ ഐതിഹാസികപരമായ പല സമരങ്ങളും നടന്നിട്ടുള്ള ഒരു വിഷയമായിരുന്നു സോളാർ വിഷയം. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ ഉയർന്ന സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതിയാണ് എന്നുവരെ ഇടതുപക്ഷ അനുഭാവ സംഘടനകളും ഇടതുപക്ഷ നേതാക്കന്മാരുമൊക്കെ മുറവിളി കൂട്ടിയ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ രീതിയിൽ പലരും മുൻനിരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദേശാഭിമാനിയിലെ മാധ്യമപ്രവർത്തകരടക്കം തങ്ങൾ അന്നത്തെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് പുറത്താണ് പല ഇല്ലാക്കഥകളും എഴുതി മിനച്ചു വിട്ടത് എന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ തുറന്നടിക്കുന്നു. അന്ന് ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല സത്യങ്ങളും വിളിച്ചു പറയുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയക്കാർക്കിടയിലെ ദല്ലാളായി പ്രവർത്തിക്കുന്ന ദല്ലാൾ നന്ദകുമാർ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞ സമരത്തിന് മുമ്പ് നടന്ന ചില ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദല്ലാൾ നന്ദകുമാർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചത്. UDF ഭരണത്തെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു സോളാർ വിഷയത്തെ ഇടതുപക്ഷം കാര്യമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. അവിടെ UDF സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുവാൻ വേണ്ടി UDFനോടൊപ്പം കരുത്താർജിച്ച് നിൽക്കുന്ന കേരള കോൺഗ്രസിനെ ഇടതുപക്ഷത്തോടൊപ്പം എത്തിക്കുക എന്ന തന്ത്രപരമായ നീക്കം സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള സമരത്തിന് മുമ്പ് ഇടതുപക്ഷ പാളയങ്ങളിൽ സജീവമായി നടന്നിരുന്നു. അതിന് ഇടനിലക്കാരനായി നിന്നത് ദല്ലാൾ നന്ദകുമാറാണ് എന്നും PC ജോർജിൻ്റെ ഇടപെടലോടുകൂടിയായിരുന്നു കേരള കോൺഗ്രസിനെ ഇടതുപക്ഷത്തോടൊപ്പം ചേർക്കുക എന്ന തന്ത്രപരമായ തീരുമാനത്തിന് തുടക്കം കുറിച്ചതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: PC ജോർജ് പറഞ്ഞു, KM മാണിയെ മുഖ്യമന്ത്രിയാക്കാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇടതുപക്ഷത്തേക്ക് ക്ഷണിച്ചാൽ അദ്ദേഹം എത്തുമെന്ന്. അങ്ങനെ ദല്ലാൾ നന്ദകുമാറും PC ജോർജും ഒപ്പം EP ജയരാജനും ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ KM മാണിയുമായി മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നു. KM മാണി ആദ്യമൊന്നും കാര്യമായ രീതിയിൽ അതിന് അനുകൂലമായ ഒരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ പോലും, ആദ്യ സമയങ്ങളിൽ UDF വിട്ടു വരുവാൻ KM മാണി സന്നദ്ധത പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും, പിന്നീട് ദല്ലാൾ നന്ദകുമാർ ആ വിഷയത്തിൽ ഇടപെടുകയും സ്വന്തം മകനെ കേന്ദ്രമന്ത്രിയാക്കുവാൻ വേണ്ടി ഹൈക്കമാൻഡിനോട് ചർച്ച നടത്തിയപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേതാവായ ജോസഫിൻ്റെ ഇടപെടൽ കാരണം സ്വന്തം മകനെ മന്ത്രിയാക്കുവാൻ സാധിച്ചില്ലല്ലോ എന്ന ഒരു ചോദ്യം ദല്ലാൾ നന്ദകുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുകയും ആ വിഷയം താൻ എങ്ങനെ അറിഞ്ഞു എന്ന ചോദ്യവും KM മാണി മറുത്തു ചോദിക്കുന്നു. തനിക്കെല്ലാം അറിയാമെന്ന് മറുപടി പറഞ്ഞ ദല്ലാൾ നന്ദകുമാർ ഈ വിഷയം വീണ്ടും അവതരിപ്പിക്കുന്നു. അതായത് കേരള കോൺഗ്രസ് UDF വിട്ട് ഇടതുപക്ഷത്തേക്ക് എത്തിയാൽ മുഖ്യമന്ത്രി KM മാണി തന്നെയെന്ന്. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം KM മാണി ദല്ലാൾ നന്ദകുമാറിനോട് ചോദിക്കുന്നത് ഇത് നടക്കുമോ എന്നാണ്. പിന്നീടും കാര്യമായ ചർച്ചകൾ നടക്കുന്നു. KM മാണിയുടെ വിശ്വസ്തനായ സിബിയും ദല്ലാൾ നന്ദകുമാറും മൊബൈൽ ഫോണിലൂടെ പിണറായി വിജയനുമായി സംസാരിക്കുന്നു. പക്ഷേ പണ്ട് കരുണാകരൻ മുഖ്യമന്ത്രിയാകാതിരിക്കുവാൻ വേണ്ടി മുരളീധരൻ പാലം വലിച്ചതുപോലെ KM മാണി മുഖ്യമന്ത്രിയാകാതിരിക്കുവാൻ വേണ്ടി ജോസ് കെ മാണി പാലം വലിച്ചു എന്നാണ് ദല്ലാൾ നന്ദകുമാർ പറയുന്നത്. ഒടുവിൽ KM മാണിയെയും കേരള കോൺഗ്രസിനെയും ഇടതുപക്ഷത്തോടൊപ്പം ചേർത്ത് UDF ഭരണസമിതിയെ താഴെ ഇറക്കുക എന്ന തന്ത്രപരമായ നീക്കം വിഫലമായി പോവുകയാണ്. പിന്നീടാണ് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടൊരു സമരം നടത്താമെന്ന തീരുമാനത്തിലേക്ക് ഇടതുപക്ഷം എത്തുന്നത്. സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെളിപ്പെടുത്തലാണ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സമരം ചെയ്യുക എന്നുള്ളത് VS അച്യുതാനന്ദൻ്റെ പിടിവാശിയുടെ പുറത്തുണ്ടായ ഒരു തീരുമാനമാണെന്നും 14 ജില്ലയിൽ നിന്നും എത്തുന്ന തങ്ങളുടെ സഹപ്രവർത്തകരെ അക്കോമഡേറ്റ് ചെയ്യിക്കുവാനും അവർക്ക് വേണ്ട മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുവാൻ ഇടതുപക്ഷത്തിനെ കൊണ്ട് സാധിക്കില്ല എന്ന ബോധ്യമുണ്ടായിട്ടും VS അച്യുതാനന്ദൻ്റെ ഒറ്റ നിർബന്ധപ്രകാരം സെക്രട്ടേറിയറ്റ് സമരം നടത്തുകയായിരുന്നു എന്നും, ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് കേരളത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന കലാപ അന്തരീക്ഷത്തെ തടയുവാൻ കഴിയുന്ന ശേഷിയില്ല എന്ന ബോധ്യം അദ്ദേഹത്തിനുള്ളതുകൊണ്ടും അത് ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴ അതിലുണ്ടായാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് വലിയ തലവേദനയായി തീരുമെന്നുമുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇരുകൂട്ടരുടെയും ആവശ്യപ്രകാരം സമരം ദ്രുതഗതിയിൽ അവസാനിപ്പിച്ചത്. ഇടതുപക്ഷം ആദ്യം ഉന്നയിച്ച ഒരു ആവശ്യം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ തീരുമാനം
മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഉമ്മൻചാണ്ടി രാജിവെക്കില്ല, പക്ഷേ അന്വേഷണത്തിൻ്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഉൾപ്പെടുത്താമെന്ന് വാക്ക് നിൽക്കുന്നു. ഒടുവിൽ ഇരുകൂട്ടർക്കും തലവേദനയായ സമരം ഇരുകൂട്ടരുടെയും ആവശ്യപ്രകാരം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ വെളിപ്പെടുത്തലുകൾ നിരവധി വരികയാണ് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ചിലതെല്ലാം ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുന്നത് തന്നെയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ഏതു വിധേനയും താഴെ ഇറക്കുവാൻ പഠിച്ച പണി 18 നോക്കിയ ഇടതുപക്ഷത്തിൻ്റെ കള്ളികളെല്ലാം ഇപ്പോൾ പുറത്തു വരികയാണെന്ന് സാരം. ഏതായാലും രാഷ്ട്രീയ കേരളത്തിൽ വീണ്ടും സോളാർ ചർച്ചയാവുകയാണ്. ജീവിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞവർ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സ്തുതിപാഠകരായി മാറുന്നത് പോലെയുള്ള ദൃശ്യങ്ങളാണ് കേരള സമൂഹത്തിലും കേരള രാഷ്ട്രീയത്തിലും അരങ്ങേറുന്നത്.